ഹ്യൂമാനിറ്റീസ് എടുത്താൽ സ്കോപ്പ് ഒന്നുമില്ല. ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനൊക്കെ ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. ശരിക്കും ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കേഴ്സാണ്. വേൾഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് എക്കോണമിയെ കുറിച്ച് മനസ്സിലാക്കുന്ന പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്ന സോഷ്യോളജിസ്റ്റും എല്ലാം ഉണ്ടാകുന്നത് ഹ്യൂമാനിറ്റീസ് എന്നാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണാം. പക്ഷേ ഏതൊരു വിദ്യാർത്ഥിയെ പോലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളും പഠിച്ചാൽ മാത്രമേ അവർക്ക് മികച്ച ജോലി നേടാൻ സാധിക്കൂ. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, സോഷ്യോളജി അടക്കം വിവിധ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. ലോക ചരിത്രത്തെക്കുറിച്ചിട്ടും ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചിട്ടും കേരള ചരിത്രത്തെക്കുറിച്ചിട്ടും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവും ലോക ഭൂമിശാസ്ത്രവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഒരു വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ആണ് ശരിക്കും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ +1 +2 പഠിച്ചെടുക്കുന്നത്. വേൾഡ് പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, എങ്ങനെയാണ് ഒരു ഡെമോക്രസി വർക്ക് ചെയ്യുന്നത്, അങ്ങനെ അടക്കം പൊളിറ്റിക്സിലൂടെയും ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇത്രയും അധികം സബ്ജക്റ്റ് പഠിക്കാൻ ഉണ്ടായിട്ടും ഓരോ വർഷവും ഹ്യൂമാനിറ്റീസിൽ തോൽക്കുന്നത് ഏകദേശം 30% കുട്ടികളാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? എന്തുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോട്ടേക്കാവുന്നത്? ശരിക്കും നമ്മൾ ഇതിൻ്റെ കാരണം അസസ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ ഒരു ധാരണ ഹ്യൂമാനിറ്റീസ് സിമ്പിളാണ്, ഹ്യൂമാനിറ്റീസ് എളുപ്പമാണ്, സയൻസിനെയും കൊമേഴ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുമെന്ന ഒരു അബദ്ധധാരണ പല ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തുടക്കം മുതലേ പഠിക്കാതെ എക്സാമിന് അടുപ്പിച്ച് മാത്രം പഠിക്കാൻ അവർ തയ്യാറാവും. ഇതുകൊണ്ട് തന്നെയാണ് 30% ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ തോറ്റുപോകുന്നത്. എന്നാൽ ബാക്കി വിജയിക്കുന്ന 70% നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഫുൾ മാർക്ക് കിട്ടുന്നവരുണ്ട്, 99% മുകളിൽ കിട്ടിയവരുണ്ട്, 95% മുകളിൽ കിട്ടിയവരുണ്ട്, 90% മുകളിൽ കിട്ടിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറായിരുന്നു. അവരുടെ 100% എഫേർട്ട്, ഞാൻ പഠിച്ചാലേ എനിക്ക് മാർക്ക് കിട്ടൂ, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് മാർക്ക് കിട്ടും എന്നുള്ള ചിന്തയിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ ടൈം ടേബിളോട് കൂടി തുടക്കം മുതലേ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ SSLCക്ക് ശേഷം ഹ്യൂമാനിറ്റീസ് എടുത്തവരും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും കേൾക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന? ഇതിനൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം 30% ഹ്യൂമാനിറ്റീസ് കുട്ടികൾ തോറ്റുപോകുന്നുള്ള ഒരു വാർത്തയാണ് പല ആളുകളും കേൾക്കുന്നത്. ഹ്യൂമാനിറ്റീസ് കുട്ടികൾ എവിടെയും എത്തുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് പല ആളുകളും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ SSLCക്ക് ശേഷം ഹ്യൂമാനിറ്റീസ് എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും കളിയാക്കുന്നത് വളരെ കൂടുതലാണ്. അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ ഇനിയും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന, ഇനിയും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെ കൊണ്ടും സാധിക്കും. അവർ ചെയ്യേണ്ടത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് ഹ്യൂമാനിറ്റീസ്. നിങ്ങളെല്ലാം ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ട് മടിയൻ മല ചുമക്കും എന്ന് പറയുന്ന പോലെ എല്ലാം അവസാനത്തേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ, കൃത്യമായ എഫേർട്ടോട് കൂടി പഠിച്ചാൽ, കൃത്യമായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ പറ്റും. നിങ്ങളുടെ ഫ്യൂച്ചറും സെറ്റാക്കാം. CUT അടക്കമുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. സിവിൽ സർവീസ് അടക്കം ഒരുപാട് ആളുകൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് എഴുതി കയറുന്നവരുണ്ട്. വേൾഡിൻ്റെ പല വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ലോകത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തവരിൽ. അവരൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം അവർ എഫേർട്ട് ഇട്ടത് കൊണ്ടാണ്, അവർ കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങളും കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തത് കാരണം നഷ്ടം വരില്ല. അതുകൊണ്ട് തന്നെ +1 +2 നിങ്ങൾ പരമാവധി പഠിച്ച് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ കളിയാക്കുന്നതിന് മുമ്പിൽ, നിങ്ങളെ പരിഹസിച്ചതിന് മുമ്പിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അവരുടെ കളിയാക്കലുകളും പരിഹസങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മികച്ച റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. കരിയർ ഏറ്റവും ബ്രൈറ്റ് ആക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി, നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഹെൽപ്പ് ചെയ്യാൻ എജ്യൂപോഡ് ഉണ്ട്, എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിലൂടെ. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് ഒന്ന് എൻക്വയറി നടത്തുക. നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് തുടക്കം മുതലേ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച റിസൾട്ട് നേടാൻ സാധിക്കും. നിങ്ങൾക്കൊരു മികച്ച മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള ശരിയായ പാത എജ്യൂപോഡിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ മടിയൊന്ന് മാറ്റി വെക്കുക. രണ്ടാമത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഒഴിവാക്കുക. ഹ്യൂമാനിറ്റീസ് എടുത്താൽ സ്കോപ്പ് ഇല്ല, ഹ്യൂമാനിറ്റീസ് എടുത്താൽ ജോബ് ഇല്ല എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഒഴിവാക്കി, അങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തി, അങ്ങനെ പരിഹസിക്കുന്നവരെയും കളിയാക്കുന്നവരെയും മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ 100% എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയിൽ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്താൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ ഏറ്റവും മികച്ച നിലയിൽ എത്താൻ പറ്റും. നമ്മുടെ രാജ്യത്തിൻ്റെ പല സുപ്രധാന പദവികളും നമ്മുടെ നാടിൻ്റെ പല സുപ്രധാന പദവികളും വഹിച്ചിരുന്ന ആളുകളൊക്കെ ഹ്യൂമാനിറ്റീസ് എടുത്തവരിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അവരെ പോലെ ആവാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവുക, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുക. കളിയാക്കുന്നവരെയും പരിഹസിക്കുന്നവരൊക്കെ അവിടെ മുന്നിൽ നോ പറഞ്ഞ് പോസിറ്റീവായിരുന്നു പഠിച്ചാൽ മക്കളെ സെറ്റാണ്. സഹായിക്കാൻ ഞങ്ങളുണ്ട് സൂപ്പർ ബാച്ചിലൂടെ. സൂപ്പർ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. എന്നും ഞങ്ങൾ കൂടെയുണ്ട്. എജ്യൂപോഡ് നിങ്ങളുടെ കൂടെയുണ്ട്. നോ ടെൻഷൻ, നോ വറീസ്.